എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് എന്ന വാർത്ത വരുന്നത്. ദേവികുളം മുൻ MLA CPM അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു. രാജീവ് ചന്ദ്രശേഖറുമായി ചർച്ച നടത്തി. ഉടൻ തീരുമാനമെന്നാണ് എസ് രാജേന്ദ്രൻ 24 പറഞ്ഞത്. ജില്ലയുടെ പൊതുവായ വികസന കാര്യങ്ങൾ മുൻനിർത്തിയാണ് ദേവികുളത്ത് സ്ഥാനാർത്ഥിയാവില്ല, മറ്റു വ്യക്തിപരമായ നിബന്ധനകൾ മുന്നോട്ട് വെച്ചിട്ടില്ല എന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു. നേരത്തെ റജീവ് ലൂക്കോസ് ബി ജെ പിയിലോട്ട് പോയപ്പോഴും പറഞ്ഞത് ഈ വികസന കാര്യമാണ് പറഞ്ഞത്. രാജേന്ദ്രൻ നേരത്തെയും ബി ജെ പിയിലെ പല ചർച്ചകൾ നടന്നതും അതിനിടയിൽ അതിന് തടയിട്ടതും ഒക്കെയാണ്. വീണ്ടും രാജേന്ദ്രൻ ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഏതാണ്ട് ഉറപ്പിച്ച് CPM നിന്നിറങ്ങി ബി ജെ പിയിലോട്ട് പോകാൻ. നേരത്തെ അവിടുത്തെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണത്തിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചതിന് പാർട്ടിയിൽ സസ്പെൻഷനിലാണ് ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രൻ. അപ്പോൾ മുതൽ CPM ഇടഞ്ഞു നിൽക്കുകയാണ് രാജേന്ദ്രൻ. അതിനിടയിൽ നേരത്തെ പ്രകാശ് ജാവദേക്കറെയാണെന്ന് തോന്നുന്നു പോയി കണ്ടിരുന്നു. പക്ഷേ പോയി കണ്ടത് എന്തോ വിവാഹം ക്ഷണിക്കാനാണ് എന്നൊക്കെ അന്ന് രാജേന്ദ്രൻ പറഞ്ഞാണ്. പക്ഷെ അന്ന് തന്നെ രാജേന്ദ്രൻ മറുകണ്ഠം ചാട്ടമാണ് എന്ന് ഏതാണ്ട് ഉറപ്പിച്ചതായിരുന്നു. ഇപ്പോൾ അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കുന്നു മറുകണ്ഠം ചാടുകയാണ്. CPM നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്നു CPM മുൻ ദേവികുളം MLA എസ് രാജേന്ദ്രൻ. രാഹുൽ വിജയൻ ചെയ്യുന്നു. രാഹുൽ, അപ്പോൾ അത് ഉറപ്പിക്കാം അല്ലേ? ഹാഷ്മി, ഏറെക്കുറെ ഉറപ്പിക്കാം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ പലതവണ ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പലതവണ എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉയർന്നിരുന്നു. പക്ഷേ അതൊക്കെ പിന്നീട് അദ്ദേഹം തന്നെ തള്ളുകയും ചെയ്തിരുന്നു. ഡൽഹിയിൽ വെച്ച് പ്രകാശ് ജാവദേക്കർ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ബി ജെ പിയുടെ പ്രമുഖ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കോട്ടയത്ത് വെച്ചൊരു ബി ജെ പിയുടെ സ്വകാര്യ ചടങ്ങിൽ ഉൾപ്പെടെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ്. അതിന് പിന്നാലെയും എസ് രാജേന്ദ്രൻ ഈ വാർത്തകളെല്ലാം തള്ളി അദ്ദേഹം ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കുകയായിരുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടിയുള്ള കാലതാമസമായിരുന്നു അതെന്നാണ് ഇപ്പോൾ നമുക്ക് സംശയിക്കാനും കഴിയുന്നത്. എന്തായാലും ഈ രാജേന്ദ്രൻ തന്നെ ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തിയിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖറുമായി സജീവമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇനിയും ചർച്ച നടത്തുകയും ചെയ്യും. ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യത തള്ളുന്നില്ല അദ്ദേഹം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. 1 മാസത്തിനുള്ളിൽ തന്നെ തീരുമാനം എല്ലാവരെയും വിളിച്ചറിയിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു ന്യായീകരണം എന്ന് പറയുന്നത് ജില്ലയുടെ വികസന കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് താൻ പോകാൻ പ്രേരിതനായത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞാൽ ജില്ലയുടെ ഉൾപ്പെടെ തന്റെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ തന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കോ വേണ്ടിയല്ല, ജില്ലയുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ വികസനത്തിന് ഈ ബി ജെ പിയിലേക്ക് പോയാൽ ഗുണമാകും എന്നൊരു തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു ചിന്ത അല്ലെങ്കിൽ അത്തരം ഒരു ചർച്ച നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും രാജേന്ദ്രൻ പറയുന്നത്. എന്തായാലും ഉടൻ തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാകും. പ്രഖ്യാപനത്തിന്റെ മാത്രം താമസമാണ് ഇനി ഉള്ളത് എന്നുള്ളത് അദ്ദേഹം 24 വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആകാംക്ഷയോടുകൂടി ആളുകൾ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചു ഏതെങ്കിലും തരത്തിൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയുണ്ടോ, NDA സ്ഥാനാർത്ഥിയായിട്ട് BJP സ്ഥാനാർത്ഥിയായിട്ട് ഈ ദേവികുളത്ത് വരുമോ എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിച്ചു. ഒരു കാരണവശാലും അത്തരം ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. താൻ നിർദ്ദേശിക്കുന്ന ആളെയും സ്ഥാനാർത്ഥിയാക്കണമെന്ന് താൻ പറഞ്ഞിട്ടില്ല. വികസന കാര്യങ്ങൾ അത് മാത്രമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് BJP അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് BJP-യിലേക്ക് പോകാൻ ഒരു തീരുമാനത്തിലേക്ക് എസ് രാജേന്ദ്രൻ എത്തുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് രാജയ്ക്കെതിരെ പ്രവർത്തിച്ചു എന്ന പേരിൽ CPM-ന്റെ നടപടി നേരിട്ടത്. അന്ന് 2021 എസ് രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് പാർട്ടിയിലേക്ക് തിരികെ വരുന്ന കാര്യങ്ങളൊക്കെ പല ഘട്ടങ്ങളിലായിട്ട് CPM നേതൃത്വം പറഞ്ഞിരുന്നെങ്കിലും തിരികെ വരാൻ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് പുതുക്കാനൊന്നും അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിരുന്നു എസ് രാജേന്ദ്രൻ. 2021 ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രതിഷേധം അല്ലെങ്കിൽ അദ്ദേഹം പാർട്ടിയുമായിട്ട് പൂർണ്ണമായിട്ടും അകലുന്ന വിധത്തിലേക്ക് പോയി എന്നുള്ളൊരു ചിത്രം പൊതു സമൂഹത്തിന് മുന്നിലോട്ട് വെച്ചിരുന്നത്. പിന്നീട് പലതവണ തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് പാർലമെന്റ് ഇലക്ഷൻ, ഈ ഘട്ടത്തിലൊക്കെ എസ് രാജേന്ദ്രൻ BJP-യിലേക്ക് എന്നുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ആ ഘട്ടത്തിലൊന്നും അദ്ദേഹം മാറാൻ കൂട്ടാക്കിയില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അന്ന് മാറാതിരുന്നതെന്നാണ് അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന BJP വൃത്തങ്ങൾ പറയുകയും ചെയ്തിട്ടുള്ളത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വട്ടവടയിൽ ഉൾപ്പെടെ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിന് എസ് രാജേന്ദ്രൻ ഇറങ്ങി എന്നൊരു വാർത്തയുണ്ടായിരുന്നു. അത് അദ്ദേഹം തള്ളിയത് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. പക്ഷേ എന്നാൽ CPM-ന് വേണ്ടി വോട്ട് ചോദിക്കാൻ എനിക്ക് മനസ്സനുവദിക്കുന്നില്ല എന്നൊക്കെ അന്ന് രാഹുലിനോട് പറഞ്ഞാണ്. ഇപ്പൊ രാഹുൽ എസ് രാജേന്ദ്രൻ BJP-യിലേക്ക് പോകുന്നത് സ്ഥിരീകരിക്കുന്ന അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. രാജീവ് ചന്ദ്രശേഖറുമായി സംസാരിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്. സാധ്യതകളുണ്ട്. പൊതു ആവശ്യങ്ങൾ ഇവിടെ കുറെ ആളുകളുമായി നിരന്തരം ഞാനുമായിട്ട് പൊതുസമൂഹ നിലയിലുള്ള സാംസ്കാരിക രംഗത്തുള്ള ആളുകൾ അടക്കം ഇവിടെ ജില്ലയുടെയും മറ്റും ഒക്കെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ നമുക്കത് ചെയ്തുകൂടെ എന്ന് വന്ന ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചില നിലപാടുകൾ എടുക്കാൻ അങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. പൊളിറ്റിക്കൽ ഡിസിഷനോ ആവശ്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. രാഹുൽ, എല്ലാവരുമായിട്ടും ശ്രീ രാജേന്ദ്രൻ അങ്ങോട്ട് പോയി ചർച്ച നടത്തും. രാജീവ് ചന്ദ്രശേഖറുമായി, ജാവദേക്കറുമായി. അതിനിടയ്ക്ക് NDA-യിലെ ഒരു ഘടകകക്ഷി, എൻ്റെ പേര് RP എന്നല്ലേ, അത്താവലയുമായി ചർച്ച. അത്താവലയുടെ RP-യിൽ ചേർന്നുകൊണ്ട് നുസ്രജാന്റെ ഒരു പ്രതികരണമൊക്കെ അന്ന് വന്നായിരുന്നു. RPA വഴി NDA-യിലേക്ക് എന്നൊക്കെ നമ്മൾ കേട്ടതാണ്. ഇത് BJP-യിൽ ചേരുന്നെങ്കിൽ BJP ചേരുന്നു എന്ന് പറയാൻ എന്തിനാണ് CPM-ന്റെ മുൻ MLA-ക്ക് മടി?
ഇവിടെ ഒരു വിലപേശൽ രാഷ്ട്രീയം ഉണ്ടോ എന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ടും ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു പാർട്ടികളിലെ ആളുകളും സംശയിക്കുന്നതിൽ തെറ്റില്ല. കാരണം ഇത്തരം ഇലക്ഷൻ സമയത്ത് മാത്രം ഉയർന്നു വരുന്ന ഒരു പേര് അല്ലെങ്കിൽ ഇലക്ഷൻ ആകുന്ന ഘട്ടത്തിൽ മാത്രം ബിജെപിയുമായിട്ടുള്ള ചർച്ചകൾ സജീവമാക്കുന്ന രാജേന്ദ്രൻ അതേതെങ്കിലും തരത്തിൽ വിലപേശൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണോ എന്ന് സംശയിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് തന്നെ നമുക്ക് പറയാനും കഴിയും. കാരണം എല്ലാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പാണെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പാണെങ്കിലും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഈ ഘട്ടങ്ങളാകുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് തൊട്ട് മുമ്പ് ബിജെപി നേതാക്കളുമായി ചർച്ച ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അതിനുശേഷം പ്രാദേശിക മാധ്യമ പ്രവർത്തകരിൽ നിന്ന് ഇത്തരം വാർത്തകൾ നമ്മളെ പോലുള്ള മുഖ്യധാര മാധ്യമങ്ങളിലേക്ക് ആ വാർത്ത എത്തുന്നു. അങ്ങനെയാണ് പ്രചരണങ്ങൾ ഈ ബിജെപിയിലേക്കുള്ള പ്രചരണങ്ങൾ വരുന്നത്. അപ്പോഴൊന്നും ഒരു കാരണവശാലും താൻ ബിജെപിയിലേക്ക് പോകുന്നുവെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. പക്ഷേ ഇന്ന് എന്തുകൊണ്ടോ അദ്ദേഹം അത് പറഞ്ഞിരിക്കുകയാണ്. അത് രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്, പോകാനുള്ള തീരുമാനം അതായിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ഔദ്യോഗികമായിട്ടുള്ള തീരുമാനം അറിയിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ബിജെപിയിലേക്ക് പോകുമെന്നുള്ളതായിരുന്നു ആദ്യം മുതൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. ആ തീരുമാനത്തിൽ തന്നെയാണ് എസ് രാജേന്ദ്രൻ ഉള്ളതും. ഇനിയും CPM-ന്റെ ജില്ലാ നേതൃത്വം അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ ഈ കാര്യത്തിൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കാൻ കഴിയേണ്ടത്. എന്തായാലും നിലവിൽ രാജേന്ദ്രൻ പാർട്ടിയിൽ ഇല്ല എന്നുള്ളതാണ് അവർ ന്യായീകരിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സസ്പെൻഡ് ചെയ്തതാണ്. പിന്നീട് 2006-ൽ CPM MLA ദേവളത്ത് ജയിച്ചതാണ്. 2011-ലും 2016-ലും അദ്ദേഹം അവിടെ നിന്ന് തന്നെ ജയിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ട്. CPM-ൽ നിന്ന് കിട്ടാവുന്ന സകലതും രാജേന്ദ്രൻ ഇടുക്കിയിൽ കിട്ടിയിട്ടുണ്ട്. ഒരു പ്രധാന സീറ്റ് നിഷേധിക്കപ്പെട്ടു. പുതിയ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ഇടപെട്ടു എന്നാണ് CPM-ന്റെ ആരോപണം. നേരെ BJP-യിലേക്ക് വിടുകയാണ് എസ് രാജേന്ദ്രൻ. ഇതായിപ്പോൾ അതിൽ കൂടുതൽ പ്രതികരണം, CPM-ന്റെ അടക്കം കൂടുതൽ പ്രതികരണം വരട്ടെ. നേരത്തെ ഒരു ഘട്ടത്തിൽ നേരത്തെ രാഹുൽ പറയുന്നത് പോലെ ഓരോ തെരഞ്ഞെടുപ്പാകുമ്പോഴും രാജേന്ദ്രൻ BJP-യിലേക്ക് എന്ന സൂചന ഉണ്ടാകും. ആ സൂചന ഉണ്ടാകുന്ന മട്ടിൽ രാജേന്ദ്രൻ എന്തെങ്കിലുമൊക്കെ പ്രതികരണം ഉണ്ടാകും. പക്ഷേ ഇത് കുറച്ചുകൂടി പറയുകയാണെങ്കിൽ മറ്റേ രാജീവ് ചന്ദ്രശേഖറുമായി പോയി കൂടിക്കാഴ്ച നടത്തി എന്തോ വികസനം, പ്രജി ലൂക്കോസ് പറയുന്ന പോലെ മണ്ഡലത്തിന്റെ വികസനത്തിന് എന്തോ നല്ലതാണെങ്കിൽ ആലോചിച്ചുകൂടെ എന്ന് ചോദിച്ചു. തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. മിക്കവാറും BJP-യിലേക്ക് തന്നെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.